ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബറിൽ നടക്കാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50-day ടൈം ടേബിളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 30ാമത്തെ ദിവസമാണ്. അപ്പോൾ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും അതുപോലെ ഭരണഘടന, കേരള ഭൂമിശാസ്ത്രം, ഈ ടോപ്പിക്കൊക്കെ നമ്മൾ ഈ സമയത്തിനിടയ്ക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കാണുക. എല്ലാം പ്രീവിയസ് ക്വസ്റ്റിനെയും SCRTനെയും ബേസ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സാണ് എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് കണക്കിൽ നിന്നുള്ള LCM ആൻഡ് HCF എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ടൈപ്പിൽ നിന്നുള്ള ഓരോരോ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക. അപ്പോൾ ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇനി PSC റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ PDF നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. കറണ്ട് അഫെയർസും നമ്മൾ പോൾസായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഡിസംബറിൽ ഇരിക്കുന്ന 10th പ്രിലിമിനറിക്ക് സിലബസ് കവർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. എല്ലാ വീഡിയോസും കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും 10th പ്രിലിമിനറി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A, B എന്നീ സംഖ്യകളുടെ ലാസാഗു. അതായത് LCM തന്നിട്ടുണ്ട്. A, B എന്ന് പറയുന്ന സംഖ്യകളുടെ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ ആണ്. ലാസാഗു AB ആണെന്ന് തന്നിട്ടുണ്ട്. AB ആയാൽ അവയുടെ HCF കാണാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നാൽ എയും ബിയും എന്ന് പറയുന്ന രണ്ട് സംഖ്യകളുടെ LCM AB ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഏതെങ്കിലും കുറച്ച് സംഖ്യകൾ നമുക്ക് തന്നിട്ട് അതിൻ്റെ ഗുണനം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിപ്പോൾ എയും ബിനെയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതല്ലേ AB എന്ന് പറയുന്നത്, അതാണ് അതിൻ്റെ LCM എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഈ എയും ബിക്കും ഇടയിൽ ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഇല്ല എന്നാണ് അതിനർത്ഥം. എക്കും ബിക്കും ഇടയിൽ ഒരു കോമൺ ഫാക്ടർ ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ LCM എന്തായി മാറിയത്? AB ആയി മാറിയത്. നിങ്ങൾ നോക്കുക, അതേ 3, 2 ഈ രണ്ട് സംഖ്യകളുണ്ട്. ഇവരുടെ LCM എന്തായിരിക്കും? ഈ 3ലും 2ലും കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഖ്യയും ഇല്ല. 3നെയും 2നെയും ഒരുപോലെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യകളും ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ LCM എന്താണ്? ഇതിനെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. 3 × 2 6 കണ്ടു. അപ്പം അങ്ങനെ കോമൺ ആയിട്ട് അതിനിടയിൽ ഒരു ഘടകങ്ങൾ 3നും 2നും കോമൺ ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ, അതായത് 3ൻ്റെയും 2ൻ്റെയും നമ്മൾ നോക്കുമ്പോൾ ഇവർക്കിടയിൽ പോകുന്ന ഒരു കോമൺ ഫാക്ടറുകളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും അതിൻ്റെ LCM എന്ന് പറയുന്നത്? 3 × 2 6 ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെയും തന്നിട്ടുള്ളത്. എക്കും ബിക്കും ഇടയിൽ എന്തില്ല? ഒരു കോമൺ ഫാക്ടർ ഇല്ല. അപ്പോൾ അങ്ങനെ കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ HCF എന്തായിരിക്കും? 1 ആയിരിക്കും. കോമൺ ഫാക്ടർ ഇല്ലാത്ത ഏതൊരു സംഖ്യകളുടെയും HCF എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതേ നോക്കുക. 5, 7 എന്ന് പറയുന്ന രണ്ട് സംഖ്യകൾക്കിടയിൽ കോമൺ ആയിട്ട് പോകുന്ന എന്തെങ്കിലും ഉണ്ടോ? കോമൺ ആയിട്ട് പോകുന്ന ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ 5 × 7 ആണ്. അപ്പോൾ അങ്ങനെ കോമൺ ഫാക്ടർ ഇല്ലാത്ത ആൾക്കാരുടെ LCM എന്ന് പറയുന്നത് അവരുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഓക്കെ. അപ്പോൾ അവരുടെ ഗുണനഫലം എടുക്കുക A × B. അപ്പോൾ അതായത് ഇതിനിടയ്ക്ക് ഒരു കോമൺ ഫാക്ടർ ഇല്ല. കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ HCF എന്തായിരിക്കും? 1 ആയിരിക്കും. കോമൺ ഫാക്ടർ ഇല്ലാത്തവരുടെ HCF 1 ആയിരിക്കും. അതേപോലെ തന്നെ കുറച്ച് അഭാജ്യ സംഖ്യകൾ നമുക്ക് തരികയാണെങ്കിൽ ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകളുടെ HCF കാണാൻ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ കാണുക? അത് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ 2, 3, 5, 7 ആണ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഈ പ്രൈം നമ്പേഴ്സുകൾക്ക് കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഉണ്ടാവില്ല. പ്രൈം നമ്പേഴ്സ് തരികയാണെങ്കിൽ നമ്മളത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ HCF എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം ഇവർക്കിടയിൽ എന്തില്ല? ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവില്ല. കോമൺ ഫാക്ടർ ഇവർക്കിടയിൽ ഇല്ല. ഓക്കെ. ഇനി 3 സംഖ്യകളുടെ HCF തന്നിട്ടുണ്ട്. 3 സംഖ്യകളുടെ HCF 12 ആണെന്ന് തന്നിട്ടുണ്ട്. സംഖ്യകൾ 2:3:4 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ സംഖ്യകൾ 2:3:4 എന്ന അംശബന്ധത്തിലാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ ഒരു HCFും തന്ന് സംഖ്യകളുടെ അംശബന്ധവും തന്നിട്ടുണ്ടെങ്കിൽ സംഖ്യകൾ കാണാൻ ഒന്നും ചെയ്യേണ്ട. ഈ HCFും ഈ അംശബന്ധവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. കണ്ടോ? 12 × 2. ആദ്യത്തെ സംഖ്യ നമുക്ക് കിട്ടും 12 × 2. അടുത്ത സംഖ്യ കാണാൻ 12 × 3. അടുത്ത അംശബന്ധം ഏതാണ്? അടുത്ത റേഷ്യോ 12 × 3. ഇനി മൂന്നാമത്തെ സംഖ്യ കാണാൻ ഈ HCF ഇൻറ്റു നമ്മുടെ മൂന്നാമത്തെ റേഷ്യോ 12 × 4.
ഉണ്ടോ? അപ്പോൾ HCFും സംഖ്യകളുടെ റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ സംഖ്യകൾ കാണാൻ HCFുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 24, 36, 48. ഇതാണ് നമ്മുടെ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ HCF തന്നാൽ, LCM അല്ല ഇത്, ഊസാഗയാണ്. HCF തന്നിട്ട് സംഖ്യകളുടെ അംശബന്ധം തന്നാൽ സംഖ്യ കാണാനായിട്ട് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. ഇതേപോലെ LCM തന്നാലോ, രണ്ട് സംഖ്യകളുടെ LCM തന്നിട്ടുണ്ട് 75 ആ സംഖ്യകളുടെ അംശബന്ധം റേഷ്യോയും തന്നിട്ടുണ്ട് 3:5 ആണ്. സംഖ്യകൾ 3:5 എന്ന റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ കാണാൻ നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? മൾട്ടിപ്ലൈ ആണ് ചെയ്തത്. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഡിവിഷൻ ചെയ്യണം. അതായത് 75/3 റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ അത് റേഷ്യോ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ 75/5 ആയിരിക്കും. അപ്പോൾ LCM ആണെങ്കിൽ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്, HCF ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 25 എന്ന് കിട്ടും. ഇവിടെ ആണെങ്കിൽ നമുക്ക് 15 എന്നും കിട്ടും. അപ്പോൾ നമ്മുടെ സംഖ്യകൾ 25ഉം 15ഉമാണ്. സംഖ്യകൾ 25ഉം 15ഉം. ഇനി 12, 16, 18 എന്നീ സംഖ്യകളുടെ LCM കാണാൻ. LCM നമ്മൾ എങ്ങനെയാണ് കാണുക? ഇങ്ങനെ ഘടകങ്ങളാക്കുക. 12, 16, 18 ഇങ്ങനെ എഴുതുക. ഇതെല്ലാം ഇരട്ട സംഖ്യകളാണല്ലോ, എല്ലാം ഈവൺ നമ്പേഴ്സാണ്. അതായത് ഇതിൽ 2 പോവും. കോമൺ ആയിട്ട് നമുക്ക് 2 വെച്ച് ഇവരെ ഡിവൈഡ് ചെയ്യാം. 2, 12നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 അല്ലേ? 12/2 എന്ന് പറയുന്നതാണ് എന്ത്? 6. ഇനി 16/2 എന്ന് പറഞ്ഞാൽ 8 ആണ്. 18/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. ഇനി അടുത്തത് ഇതിൽ നോക്കുക. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് 2ഉം എടുക്കാം 3ഉം എടുക്കാം. ഏതെങ്കിലും 2 സംഖ്യകളിലെ 3 എണ്ണത്തിലും കോമൺ ആയിട്ട് വേണമെന്നില്ല. ഏതെങ്കിലും 2 സംഖ്യകളെ ഒരു കോമൺ നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എഴുതാം. ഇതേ നോക്കുക, 2 കൊണ്ട് നമുക്ക് 6നെ ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും, 8നെ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. 9നെ ചെയ്യാൻ പറ്റില്ല, കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? 9നെ അങ്ങോട്ട് ഇറക്കിയിടുക. ഏതെങ്കിലും 2 സംഖ്യകൾ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ആ സംഖ്യ അവിടെ എഴുതാം. 3 എണ്ണത്തിനെയും ചെയ്യണമെന്ന് നിർബന്ധമില്ല, 2 എണ്ണത്തിന് ചെയ്താൽ മതി. LCM കാണുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ 2 വെച്ച് ചെയ്യുമ്പോൾ 3, 4, ഈ 9ന് ഇതുപോലെ ഇവിടേക്ക് ഇറക്കിയിടുക. ഇനി നമുക്ക് നോക്കാം, 3ലും 9ലും ആര് പോവും? 3ലും 9ലും 3 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 1 എന്ന് കിട്ടും. 4നെ പറ്റില്ല, അപ്പോൾ 4 ഇറക്കിയിടുക. 9ൽ 3 തവണ പോവും. ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? 4ലും 3ലും കോമൺ ആയിട്ട് ഒന്നുമില്ല. ഒന്നും വെച്ച് നമുക്ക് 4നെയും 3നെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുക. ഇനി എന്ത് ചെയ്യണം? ഈ എല്ലാ സംഖ്യകളും നമ്മൾ എടുക്കണം. കണ്ടോ? ഈ എല്ലാ സംഖ്യകളും 2, 3, 2, 2 എല്ലാ സംഖ്യകളും എഴുതുക. 2, 2, 3, 1, 4, 3 അല്ലേ? ഇതിനെല്ലാത്തിനെയും കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 × 3 × 1 × 4 × 3 എത്രയാണ് നമുക്ക് കിട്ടുക? 4. 2 × 2 എന്ന് വെച്ചാൽ 4 ആണ്. 4 × 3 12 ആണ്. 12 × 12 12 × 12 എത്രയാണ്? 144. ഓക്കെ, അപ്പോൾ 12, 16, 18 എന്നീ സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് 144 ആണ്. 144 ആണ്. അതായത് 12, 16, 18 ഇതുപോലെ എഴുതിയിട്ട് ഇതിൽ കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ എടുക്കുക. കോമൺ ആയിട്ട് പോകുന്നത് ഏതാ? 2 ആണ്. അപ്പോൾ 2 വെച്ച് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുക. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടും. ഇനി ഈ 3 എണ്ണത്തിലും ഒരുപോലെ പോകണമെന്നില്ല. ഏതെങ്കിലും 2 സംഖ്യകളിൽ കോമൺ ആയിട്ട് ഒരു നമ്പർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് LCM കാണേണ്ടത്. ഇനി HCF 216, 72, 30. 216, 72, 30 നേരത്തെ ചെയ്ത പോലെ തന്നെ. HCF എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫാക്ടേഴ്സ് ആക്കുക. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഇവൺ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ഇതിൽ 2 വെച്ച് നമുക്ക് ആദ്യം ഡിവൈഡ് ചെയ്യാം. 2 വെച്ച് 216നെ 216നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 108 വരും. 108. 72നെ ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? 36 വരും. 13 ആണെങ്കിൽ നമുക്ക് 15ഉം വരും. 15ഉം കിട്ടും. അപ്പോൾ ഇനി ഇതിൽ കോമൺ ആയിട്ട് ഏതാണുള്ളത്? ഇതിൽ കോമൺ ആയിട്ട് 3 പോവും. 3 വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. 36 എന്ന് വരും. 108നെ 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3 തവണ, ബാക്കി 1, 6, 36 എന്നാണ് കിട്ടുക. 36നെ ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. 15നെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 5 എന്നാണ് കിട്ടുക. 15നെ ചെയ്യുമ്പോൾ നമുക്ക് 5 എന്നാണ് കിട്ടുക. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനി ഇതിൽ കോമൺ ആയിട്ട് പോവോ? 5, 12, 36 ഉണ്ട്. 36നെയും 12നെയും നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. പക്ഷെ 5ൽ 2 വെച്ച് പോവില്ല. അപ്പം നമ്മൾ LCM കണ്ട പോലെയല്ല, ഏതെങ്കിലും 2 എണ്ണത്തിൽ കോമൺ ആയിട്ട് പോയാൽ പോരാ, 3 എണ്ണത്തിലും കോമൺ ആയിട്ട് പോകണം.
മൂന്നെണ്ണത്തിനെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തണം. പക്ഷേ LCM കാണുമ്പോൾ നമ്മൾ അങ്ങനെയല്ലായിരുന്നു. LCM കാണുമ്പോൾ നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ കോമൺ ആയിട്ട് പോയാൽ അത് എടുക്കാനായിട്ട് പറ്റും. നമ്മളിവിടെ കണ്ടില്ലേ, ഇത് കണ്ടോ, ഈ രണ്ടെണ്ണത്തിൽ 3ലും 9ലും 3 വെച്ച് പോവും, പക്ഷെ 4ൽ പോവില്ല, എങ്കിലും നമ്മളത് എഴുതി. പക്ഷേ HCF എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല, മൂന്നെണ്ണത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 2 എടുക്കുകയാണെങ്കിൽ, ഞാനിവിടെ 2 എന്ന് എഴുതുവാണെങ്കിൽ 2 വെച്ച് 36നെ പറ്റും, 12നെ പറ്റും, പക്ഷെ 5നെ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. ഇനി 3 വെച്ചാണെങ്കിലോ 5നെ പറ്റില്ല. 5നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ 5 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, 5 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് 36ലും 12ലും 5 പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ നിർത്തണം. എന്നിട്ട് ഇതിൻ്റെ ആൻസർ എന്താ എഴുതാതെ, ഈ ലെഫ്റ്റിൽ കിടക്കുന്ന ഈ സംഖ്യയായിരിക്കും അതിൻ്റെ HCF, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. എന്താ, 2 × 3, അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുക. എത്രയാണ്? 6 ആണ് അവിടെ HCF എന്ന് പറയുന്നത്. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 സംഖ്യകളിൽ ഒക്കെ പോയാൽ മതി, ബാക്കിയുള്ളതിനെ നമുക്ക് താഴോട്ട് അങ്ങനെ എടുത്ത് എഴുതാനായിട്ട് പറ്റും. പക്ഷേ HCFൽ അങ്ങനെ പറ്റില്ല, മൂന്നെണ്ണത്തിലും ഒരുപോലെ പോകണം, എങ്കിൽ മാത്രമേ നമുക്കതവിടെ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇനി 3, 4, 5 എന്നീ 3 സംഖ്യകൾ കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് കാണേണ്ടത് LCM ആണ്. ഇതിനെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ LCM ഓഫ് എന്ത് കണ്ടാൽ മതി? 3, 4, 5. 3, 4, 5ൻ്റെ LCM കാണുക. ഇതിൻ്റെ LCM എങ്ങനെയാണ് കാണുക? നമ്മൾ പറഞ്ഞു LCM കാണാൻ ഇങ്ങനെ എടുത്ത് ചെയ്യാം. പക്ഷെ ആദ്യം ഇവിടെ നോക്കുക, കണ്ടതിൽ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ? 3നെയും 4നെയും 5നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു കോമൺ ഫാക്ടർ ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ LCM എന്ന് പറയുന്നത് ഇവരുടെ പ്രൊഡക്റ്റാണ്. 3 × 4 × 5 ചെയ്താൽ മതി. മൂന്നെണ്ണത്തിലും ഒരുപോലെ പോകുന്ന ഒരു സംഖ്യയും ഇല്ലെങ്കിൽ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എന്താണ്? അവരുടെ പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ 3 × 4 × 5. 3 × 4 × 5 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 എന്നാണ് ഇവിടെ ആൻസർ വരിക. 60 എന്നാണ് ഇവിടെ ആൻസർ വരിക. ഇനി 8, 12, 24 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിക്കണേ. അപ്പം നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിവയെ നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ചെറിയ സംഖ്യ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ LCM എടുത്തു. ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവരെ ഹരിക്കാൻ പറ്റുന്ന ചെറിയ സംഖ്യ കാണണം, പക്ഷെ അവിടെ 3 ശിഷ്ടം വരണം. അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. അപ്പോൾ ആ ശിഷ്ടം അവിടെ നിൽക്കട്ടെ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ ഹരിക്കാൻ, നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആദ്യം കണ്ടുപിടിക്കുക. നിശേഷം ഹരിക്കാൻ പറ്റുന്ന ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ LCM കാണുകയാണ് വേണ്ടത്. LCM ഓഫ് ഏതൊക്കെ? 8, 12, 24. 8, 12, 24ൻ്റെ LCM എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും 2 പോവും. അതായത് 8ൽ 4 തവണ, 12ൽ 6 തവണ, 24ൽ 12 തവണ. വീണ്ടും നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ എത്രയാണ്? 2, 3, 6 എന്ന് വരും. വീണ്ടും നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ 1, 3 അതുപോലെ എടുത്ത് എഴുതുക. 6ൽ 3 ടൈംസ്. വീണ്ടും പിന്നെ നമുക്ക് എന്താ? 3 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ 1, 1, 1 ആണ് വരിക. 1, 1, 1 വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? LCM എന്ന് പറഞ്ഞാൽ 2 × 2 × 3 × 3. അതായത് 4 × 9 എത്ര വരിക? 36 എന്നാണ് നമുക്കിവിടെ ആൻസർ വരിക. 36 എന്നാണ് ഇതിനെ നമുക്ക് ആൻസർ വരിക. അപ്പോൾ 2 വെച്ച് നമ്മളിവിടെ കട്ട് ചെയ്തു. 8ഉം 12ഉം 24 ആണ് പറഞ്ഞിട്ടില്ല. 8ഉം 12ഉം 24ഉം. അപ്പോൾ 2 വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വന്നു? 4. ഇവിടെ 12ൽ 2 6 ടൈംസ് പോവും. ഇവിടെ 24ലാണെങ്കിൽ 12 ടൈംസ് പോവും. ഇനി വീണ്ടും നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ 4ൽ 2 ടൈംസ് ആണ്, 6ൽ 3 ടൈംസ് ആണ്, 12ലാണെങ്കിൽ 6 ടൈംസ് ആണ്. വീണ്ടും നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 എന്ന് കിട്ടും. പിന്നെ ഇവിടെ 3 വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, 6ൽ 3 ടൈംസ് ആണ്. ഇവിടെ 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 1, 1, 1 വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വന്നത്? 2 × 2 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. 8 × 3 എന്ന് പറഞ്ഞാൽ 24 ആണ്. സോറി, ഇവിടെ 2 ആണ് എഴുതേണ്ടത് കേട്ടോ. 2 × 2 × 2 × 3. അപ്പോൾ നമുക്ക് എത്രയാണ് വരിക? 24 എന്നാണ് നമുക്ക് വരിക. 24 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താ? അപ്പോൾ LCM കിട്ടി. ഈ 3 സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ നമുക്ക് കിട്ടിയത് അല്ലേ? ഈ 3 സംഖ്യകൾ കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ കിട്ടി. പക്ഷെ നമുക്ക് അതല്ല വേണ്ടേ, നിശേഷം ഹരിക്കാൻ പറ്റുന്നതല്ല, ശിഷ്ടം അവിടെ 3 വരണം.
ശിഷ്ടം 3 വരണമെങ്കിൽ ഇത് വെച്ച് നമുക്ക് നിശേഷം ഹരിക്കാം. അപ്പോൾ ഒരു 3 ശിഷ്ടം കൂടെ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ശിഷ്ടത്തിനെ അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ശിഷ്ടത്തിനെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ശിഷ്ടം ഇത്ര വരണം എന്ന് പറയുമ്പോൾ ആദ്യം നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കാണുക. നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ അവരുടെ LCM ആണ്. അത് നമുക്ക് എത്ര കിട്ടി? 24 ആണ് കിട്ടി. ഇനി 3 ശിഷ്ടം കൂടി വരണം എന്നുണ്ടെങ്കിൽ ആ 3നെ അവിടെ പിടിച്ച് ആഡ് ചെയ്യാണ് വേണ്ടത്. ആ 3നെ അവിടെ ആഡ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ശിഷ്ടം കിട്ടും. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10, 20, 30, 40 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ കണ്ട പോലെ തന്നെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൽ നിന്ന് പൂർണ്ണവർഗം കണ്ടുപിടിക്കാം. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ LCM ആണ്. 10, 20, 30, 40. ഇതിൻ്റെ LCM കാണാൻ 10 വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 1, 2, 3, 4 ഇത്രയും കിട്ടും. ഇനി 2ലും 4ലും വീണ്ടും 2 പോവും അല്ലേ? ഏതെങ്കിലും 2 സംഖ്യകളിൽ കോമൺ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് 1, 2ൽ 1 ടൈംസ്, 3ൽ ഒന്നും പോവില്ല. അപ്പോൾ 3 അതുപോലെ എടുത്ത് എഴുതുക. 4ൽ 2 ടൈംസ് ആണ്. ഇനി എന്ത് ചെയ്യുക? ഇവരെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് LCM കിട്ടുക അല്ലേ? നമ്മുടെ LCM എന്ന് പറയുന്നത് 10 × 2 × 1 × 1 × 3 × 2 ഇതാണ് നമുക്ക് LCM. ഇവിടെ LCM നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ചെയ്തേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളോട് പറയുകയാണ് ഇതുകൊണ്ട് ധരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ LCM കണ്ടിട്ട് ഈ ശിഷ്ടം ഇതിൻ്റെ കൂടെ കൂട്ടും. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പൂർണ്ണവർഗ സംഖ്യ കാണാനാണ്, അതായത് സ്ക്വയർ അല്ലേ? അപ്പോൾ പൂർണ്ണവർഗം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? അപ്പോൾ 5 ആണെങ്കിൽ 5 × 5 അല്ലേ? 3യുടെ പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയറാണ് ഉദ്ദേശിക്കുന്നത്. 3 × 3. 2 ആണെങ്കിൽ 2 × 2. അതായത് ഓരോ ജോഡി സംഖ്യകൾ ഉണ്ടാവണം. പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ ഒരു ജോഡി സംഖ്യയാണ്. അതായത് ഒരു സംഖ്യയുടെ 2 എണ്ണം അവിടെ ഉണ്ടാവണം. അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള LCMൻ്റെ പൂർണ്ണവർഗം നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ സംഖ്യകളുടെയും ഓരോ ജോഡി വീതം അവിടെ ഉണ്ടായിരിക്കണം. പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഓരോ സംഖ്യയുടെയും ഓരോ ജോഡി വീതം. ഇവിടെ ഇപ്പോൾ ഇതിൽ ഒരെണ്ണല്ലേ ഉള്ളൂ, പക്ഷേ 1 × 1 കണ്ട് ഇതിനൊരു ജോഡിയുണ്ട്. അതേപോലെ 2വിനും ഒരു ജോഡിയുണ്ട്, 2വിനും ഒരു ജോഡിയുണ്ട്. 3ക്ക് ഇല്ല. അപ്പോൾ 3ക്ക് നമ്മൾ ഒരെണ്ണം കൊടുക്കണം, ഒരു 3 കൊടുക്കണം. 10നും ഇല്ല. അപ്പോൾ 10നും നമ്മളൊരു 10 കൊടുക്കണം. അതായത് 10 × 10 എഴുതണം. പിന്നെ 1 എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ 2 × 2, പിന്നെ 3 × 3. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 × 4 × 9. 9 4 എത്രയാണ്? 36, 2 0. കണ്ടോ? അപ്പോൾ ഇതൊരു പൂർണ്ണവർഗമായിരിക്കും. കാരണം എന്താണ്? ഇതൊരു പൂർണ്ണവർഗമാവാനുള്ള കാരണം എന്താ? നമ്മൾ പറഞ്ഞു ഇതൊരു പൂർണ്ണവർഗമാവാനുള്ള കാരണം ഇതിലെ ഓരോ ഘടകങ്ങളെയും ഇതേ കണ്ടോ ഒരു ജോഡിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് പൂർണ്ണവർഗം. കണ്ടോ? 25 എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗമാണ്, സ്ക്വയർ അല്ലേ? 25നെ നമുക്ക് 5 × 5 എന്ന് എഴുതാം. 36 എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗമാണ്, അതിന് 6 × 6 എന്ന് എഴുതാം. അതായത് ഒരു പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ അതിലെ ഘടകങ്ങളെ ഇങ്ങനെ ഓരോ ജോഡിയാക്കി എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് നമ്മളിപ്പോൾ ചെയ്തത് ഇതിനെ പൂർണ്ണവർഗം ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനെ പൂർണ്ണവർഗമാക്കാൻ ഇതിൽ ഓരോ സംഖ്യയും ഓരോ ജോഡിയാക്കി മാറ്റണം. അപ്പോൾ നമുക്കതിനെ പൂർണ്ണവർഗമാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മോഡൽ നോക്കി വയ്ക്കുക. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി 2 സംഖ്യകളുടെ LCMഉം HCFഉം തന്നിട്ടുണ്ട്. LCM എത്രയാണ്? 72 എന്നും HCF എന്ന് പറയുന്നത് 6 എന്നും തന്നിട്ടുണ്ട്. ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ X ആയിട്ട് എടുക്കുക. ആ ഒരു സംഖ്യ 18 ആണെങ്കിൽ Y എത്രയാണെന്നാണ് ചോദിക്കണേ. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്, സംഖ്യകളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCM × HCF ആയിരിക്കും. കണ്ടോ? LCMൻ്റെയും HCFൻ്റെയും പ്രൊഡക്റ്റ് സംഖ്യകളുടെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ഈ ഒരു റിലേഷൻ വെച്ച് വേണം നമ്മളിത് ചെയ്യാൻ. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. 2 സംഖ്യകൾ തന്നാൽ അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ LCMൻ്റെയും HCFൻ്റെയും പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ X എത്രയാണ്? 18 ആണെന്ന് തന്നിട്ടുണ്ട്. Y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. LCM 72 ആണെന്ന് തന്നിട്ടുണ്ട്. HCF 6 ആണെന്ന് തന്നിട്ടുണ്ട്. എല്ലാം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Y കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 18നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ 72 × 6/18 എന്ന് വരും. 6 18ലെ 3 തവണ, 3 72ലെ 24 തവണ, 24 തവണയും പോവും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തെന്നാണ് വരിക? 24 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. ഇനി 200നും 300നുമുള്ള
പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുത് 240, 240, 300 ഈ രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിനുള്ള 240നും 300നുമുള്ള പൊതുഘടകങ്ങൾ, ഈ രണ്ട് സംഖ്യകളുടെയും പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുതാണ് ചോദിച്ചേക്കണേ. അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? ഈ രണ്ട് സംഖ്യകളുടെയും പൊതുഘടകങ്ങളിലെ ഏറ്റവും വലിയ സംഖ്യ, പൊതുഘടകങ്ങളിൽ വലുതിനെയാണ് HCF എന്ന് പറയുക, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇവരുടെ രണ്ടുപേരുടെയും കോമൺ ഫാക്ടറിലെ ഏറ്റവും വലുത്. അതായത് 240ൻ്റെയും 300ൻ്റെയും HCF എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 240ൻ്റെയും 300ൻ്റെയും HCF എത്രയാണ്? 240നെയും 300നെയും എടുക്കുക, HCF എടുക്കുക. അപ്പോൾ HCF എടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ 0 ഇപ്പോൾ തൽക്കാലം കട്ട് ചെയ്യാം, എളുപ്പത്തിന് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിത് എളുപ്പത്തിന് കാണാൻ വേണ്ടിയിട്ട് 240ലെയും 300ലെയും 0 ഇപ്പോൾ കട്ട് ചെയ്യാം, എന്നിട്ട് ലാസ്റ്റ് അത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര എഴുതാം? 24, 30. ഇതിൻ്റെ HCF കാണാം. ഇതിൻ്റെ HCF കാണാനായിട്ട് 2ൽ പോവും. എത്രയാണ്? 12, 15 അല്ലേ? 12, 15. ഇനി ഇതിൽ 12ലും 15ലും ഏതാ പോവുക? 3 പോവും. 3 വെച്ച് നമുക്ക് 4, 5. ഈ 4ഉം 5ലും ഇനി എന്തെങ്കിലും പോവോ? ഈ 4ലും 5ലും ഇനി ഒന്നും പോവില്ല. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് നിർത്താം, ഇവിടെ വെച്ച് നിർത്താം. ഇനി വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് പോകണം. HCF ആണ് ഇവിടെ കാണുന്നത്. LCM ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. HCF ആണെങ്കിൽ ഈ രണ്ടെണ്ണത്തിലും കോമൺ ആയി പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തണം. ഈ HCF എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ സംഖ്യകളുടെ പ്രൊഡക്റ്റാണ് HCF. HCF എന്ന് പറഞ്ഞാൽ 2 × 3, 6. പക്ഷെ 6 അല്ല നമ്മുടെ ആൻസർ. കാരണം എന്താ? നമ്മളിവിടെ ഒരു 0 കളഞ്ഞിട്ടുണ്ട് കോമൺ ആയിട്ട്. അതായത് 2നെയും 10 വെച്ച് ഡിവൈഡ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ 0 ഇനി ഇവിടെ ഇട്ട് കൊടുക്കണം. ആ കളഞ്ഞ 0നെ ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ എന്താ? 60 ആണ്. HCF എന്ന് പറഞ്ഞാൽ 60 ആണ്. ഇനി ഇവിടെ വേണമെങ്കിൽ 0 ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. അതായത് 240 എത്രയാ? 300 അല്ലെ? 240ലും 300ലും 10 പോവും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 എന്നും കിട്ടും, 30 എന്നും കിട്ടും. ഇനി ഇതിൽ നമുക്ക് 2 പോവും. അപ്പോൾ എത്രയാണ് കിട്ടുക? 12 എന്നും 15 എന്നും കിട്ടും. ഇതിൽ വീണ്ടും എന്ത് പോവും? 3 പോവും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 എന്നും 5 എന്നും കിട്ടും. ഇനി ചെയ്യാൻ പറ്റില്ല, കോമൺ ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കണം. ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 10 × 2 × 3 എത്രയാ? 60 തന്നെയാണ്. അത് എളുപ്പത്തിൽ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ സെയിം തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ ചോദ്യം മനസ്സിലാക്കുക. 240നും 300നുമുള്ള ഇവർക്ക് രണ്ടുപേർക്കുമുള്ള പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുത് ചോദിച്ചാൽ HCF ആണ് അവിടെ കാണേണ്ടത്. ഇനി 30 സെൻറ്റിമീറ്റർ, 18 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ വീതം വശമുള്ള ഒരു ലോഹക്കട്ടിയിൽ നിന്ന് ബാക്കിയുണ്ടാകാതെ നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്യൂബിൻ്റെ വശം. ഓക്കെ, അപ്പോൾ ഈ 3 വശങ്ങളുള്ള ഒരു ലോഹക്കട്ടി നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും വലുത്, നമുക്ക് ബാക്കി ശേഷിക്കാത്ത രീതിയിൽ ഏറ്റവും വലിയ ഒരു ക്യൂബ് ഉണ്ടാക്കണം. അപ്പോൾ അതിൽ നിന്ന് മാക്സിമം ഇത്രയും ഡയമെൻഷൻസ് ഉള്ള ഒരു ലോഹക്കട്ടിയിൽ നിന്ന് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യൂബിൻ്റെ ഒരു വശത്തിൻ്റെ നീളമാണ് ചോദിച്ചേക്കണേ. ക്യൂബിൻ്റെ ഒരു വശത്തിൻ്റെ നീളം. അപ്പോൾ അത് ഏറ്റവും വലിയ നീളം കിട്ടണം. അപ്പോൾ ഏറ്റവും വലിയ നീളമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് HCF ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ 30, 18, 12ൻ്റെ HCF ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. 30, 18, 12ൻ്റെ HCF 2 വെച്ച് ചെയ്യുമ്പോൾ 15 എന്ന് വരും, 9 എന്ന് വരും, ഇവിടെ 6 എന്ന് വരും. ഇനി നമുക്ക് എന്താ 3 വെച്ച് ചെയ്യാം. അപ്പോൾ എത്രയാണ്? 5, 3, 2 5, 3, 2 എന്ന് വരും. ഇനി ഇവിടെ കോമൺ ആയിട്ട് വല്ലതുണ്ടോ? ഇനി ഇവിടെ കോമൺ ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തണം. എന്നിട്ട് HCF എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റിലത്തെ 2 സംഖ്യകളുടെ പ്രൊഡക്റ്റ് എടുക്കണം. ലെഫ്റ്റിലത്തെ 2 സംഖ്യകളുടെ പ്രൊഡക്റ്റ് എത്രയാ? 6. അതാണ് എന്ത്? HCF. ആ 6 ആയിരിക്കും ഈ ക്യൂബിൻ്റെ വശം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലുത് ചോദിക്കുകയാണ്. അപ്പോൾ വലിയൊരു ലോഹക്കട്ടി തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യൂബ്, ആ ക്യൂബിന് മാക്സിമം വശം ഉണ്ടായിരിക്കണം. ബാക്കിയൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള വലിയ വശം കിട്ടണം. അപ്പോൾ വലുത് കിട്ടണമെങ്കിൽ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ വേണം എടുക്കാൻ. ഇതിലൊക്കെ പോകുന്ന ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ വശമുള്ള ക്യൂബായിരിക്കും നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നത്. ഇനി 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 7ഉം 16 കൊണ്ട് ഹരിക്കുമ്പോൾ 11ഉം ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. എന്താ പറഞ്ഞിട്ടുള്ളത്? 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വന്നു, 12 കൊണ്ട് ഹരിച്ചപ്പോൾ 7 ശിഷ്ടം വന്നു, 16 കൊണ്ട് ഹരിച്ചപ്പോൾ 11 ശിഷ്ടം വന്നു. കണ്ടോ? 8 കൊണ്ട് ഹരിച്ചപ്പോൾ 3 ശിഷ്ടം വന്നു. അപ്പോൾ അവരുടെ ഇടയിലുള്ള ഡിഫറൻസ് എത്രയാ? 5 ആണ് അല്ലേ? 12 കൊണ്ട് ഹരിച്ചപ്പോൾ 7 ശിഷ്ടം വന്നു. അപ്പോൾ അവരുടെ ഇടയിലുള്ള ഡിഫറൻസ് എത്രയാ? 5.
16 കൊണ്ട് ഹരിച്ചപ്പോൾ 11 ശിഷ്ടം വന്നു. അവരുടെ ഇടയിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5. അതായത് 12 - 7, 16 - 11, 8 - 3 എന്നൊക്കെ പറയുന്നത് 5ആണ്. ഇവരുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താ? 5. ഇങ്ങനെ ഒരേപോലെ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരേപോലെയാണ് ഡിഫറൻസ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ സംഖ്യകൾ ഏതൊക്കെയാണ്? 8, 12, 16 ആണ് അല്ലേ? 8, 12, 16 എന്നുള്ളതാണ് നമ്മുടെ സംഖ്യകൾ. അപ്പോൾ ഈ 8, 12, 16ൻ്റെ LCM അങ്ങോട്ട് കാണാം. ഇങ്ങനെ പറയുവാണെങ്കിൽ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 12 കൊണ്ട് ഹരിക്കുമ്പോൾ 7, 16 കൊണ്ട് ഹരിക്കുമ്പോൾ 11 ശിഷ്ടം വന്നു. അപ്പോൾ അതായത് ഇവർക്കിടയിലുള്ള പൊതുവ്യത്യാസം 5 എന്നുള്ളത് സെയിം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകൾ ഇങ്ങോട്ട് എടുക്കുക. 8, 12, 16, 8, 12, 16. അതിൻ്റെ LCM കാണുക. LCM കാണുക. അപ്പോൾ 2 വെച്ച് നമുക്ക് കട്ട് ചെയ്യാലോ. 4 വരും, 6 വരും, 8 വരും. ഇനി വീണ്ടും 2 വെച്ചിട്ട് അപ്പോൾ എത്ര വരും? 2 വരും, 3 വരും, 4 വരും. വീണ്ടും നമുക്ക് 2 വെച്ച് ചെയ്യാം. അപ്പോൾ 1, 3, 2 എന്ന് വരും. 1, 3, 2. അപ്പോൾ അതായത് LCM നമുക്ക് എത്ര കിട്ടിയേ? LCM എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എടുക്കണം, എല്ലാ സംഖ്യകളുടെയും പ്രൊഡക്റ്റ്. 2 × 2 × 2 × 2 × 3. 2, 4, 4, 2, 8, 2, 16, 16 × 3 എത്ര വരും? 48 എന്നുള്ളതാണ് ഇവരുടെ LCM വരുന്നത്. അപ്പോൾ LCM കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയിട്ടില്ല. നമ്മുടെ ഒരു പൊതുവ്യത്യാസം നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ടല്ലോ, ഇവരുടെയൊക്കെ ആ ഡിഫറൻസിനെ ഇതിൽ നിന്ന് അങ്ങ് കുറയ്ക്കണം. ഈ 48ൽ നിന്ന് അത് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ വരും? 43 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. കണ്ടോ? അപ്പോൾ 8നെ ഹരിക്കുമ്പോൾ 3, 12നെ ഹരിച്ചപ്പോൾ 7, 16നെ ഹരിച്ചപ്പോൾ 11 ഒക്കെ ശിഷ്ടം വന്നു. ആ ശിഷ്ടം നമുക്ക് വേണ്ട, നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണ് വേണ്ടത്. അപ്പോൾ ആ ശിഷ്ടത്തിനെ നമ്മുടെ കിട്ടിയ LCMൽ നിന്ന് കുറച്ച് കളയണം. ആ ശിഷ്ടം നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെ ചോദിക്കാം. എന്താണ്? a⁵5 അതുപോലെ തന്നെ b³ c² ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ടുണ്ട്. അതുപോലെ a⁴, b⁴, c⁴, പിന്നെ a�6, b⁴, c�6. ഇതിൻ്റെ HCF കാണാനാണ് പറഞ്ഞതാണ്. ഈ സംഖ്യകളുടെ HCF ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ HCF എന്ന് ചോദിച്ചാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. ഇവരിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ വേണം നമ്മൾ എടുക്കാൻ. ഇവരിൽ കോമൺ ആയിട്ട് ഇവിടെ ABC ഉണ്ട്, ഇവിടെയും ABC ഉണ്ട്, ഇവിടെ ABC ഉണ്ട്. അതായത് കോമൺ ആയിട്ടുള്ള ആൾക്കാർ Aയും Bയും Cയുമാണ് അല്ലേ? ഈ 3 എണ്ണത്തിലും ഉണ്ടാവണം. ഓക്കെ. ഇപ്പോൾ ഇതിൽ C ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് സീനെ എടുക്കാൻ പറ്റില്ല. അതിപ്പോൾ നമ്മുടെ ഇങ്ങനെയാണ് AB, ABC. ഈ 2 സംഖ്യകളാണെങ്കിൽ ഇതിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാർ ആരാ? Aയും Bയും മാത്രമാണ്. അപ്പോൾ Aനെയും Bനെയും മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കോമൺ ആയിട്ടുള്ള ആൾക്കാർ കണ്ടോ, കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ എഴുതാം. അപ്പോൾ ഇതിൽ A ഉണ്ട്, ഇതിലും A ഉണ്ട്, ഇതിലും A ഉണ്ട്. ഇതിൽ B ഉണ്ട്, ഇതിലും B ഉണ്ട്, ഇതിലും B ഉണ്ട്. ഇതിൽ C ഉണ്ട്, ഇതിലും C ഉണ്ട്, ഇതിലും C ഉണ്ട്. അപ്പോൾ ഈ 3 പേരും കോമൺ ആണ്. ഇനി ഇവരുടെ പവർ, അപ്പോൾ പവറും ഇതുപോലെ കോമൺ ആയിരിക്കണം. കണ്ടോ? ഇതിൽ a⁵5 ഉണ്ട്, പക്ഷെ ഇതിൽ a⁵5 ഉണ്ടോ? ഇല്ല. ഇതിൽ a�6 ഉണ്ട്, പക്ഷെ ഇതിലൊന്നും a�6 ഇല്ല. പക്ഷെ കോമൺ ആയിട്ടുള്ള ആളെ വേണം. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറുതിനെ എടുക്കുക. കണ്ടോ? a⁴ എന്ന് പറയുന്നത് ഇതിലുണ്ട്, കാരണം ഇതിൽ 5 വരെ പോവാം. അപ്പോൾ a⁴ ഇവിടെയുണ്ട്, a⁴ ഇവിടെയുണ്ട്. അതായത് നമ്മൾ എല്ലാത്തിലും ഉള്ള ആ വാല്യൂസ് ഏതാണോ അതിങ്ങോട്ട് എഴുതുക. Aയും Bയും Cയും എല്ലാത്തിലും ഉണ്ടല്ലോ. ഇനി പവർ എഴുതുമ്പോൾ ചെറിയ പവർ വേണം എഴുതാനായിട്ട്. ചെറിയ പവർ എല്ലാത്തിലും ഉള്ളതിൻ്റെ ചെറിയ പവർ എടുക്കുക. അപ്പോൾ എയുടെ ചെറിയ പവർ ഏതാ? ഇവിടെ 5 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 6 ആണ്. ചെറുത് ഏതാണ്? 4 ആണ് അല്ലേ? അപ്പോൾ ആ 4നെ ഇവിടെ എടുത്ത് എഴുതുക. B നോക്കുമ്പോൾ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ചെറുത് ഏതാ? 3 ആണ്. അപ്പോൾ ആ 3നെ എടുത്ത് എഴുതുക. C നോക്കുക. Cയിൽ 2, 4, 6. ചെറുത് ഏതാണ്? 2 ആണ്. അപ്പോൾ ആ 2നെ എടുത്ത് എഴുതുക. കണ്ടോ? അപ്പോൾ ഇതാണ് എന്ത്? HCF എന്ന് പറയുന്നത്. HCF എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നോക്കുകയാണത് a⁵3, b⁵2 ഉണ്ട്. പിന്നെ നമ്മുടെ a⁵2, b⁴, c⁵5. ഇതിൻ്റെ HCF കാണാൻ പറഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? Aയും Bയും മാത്രമേ ഉള്ളൂ. C ഇതിലില്ലല്ലോ. അപ്പോൾ Aയും Bയും മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്. അവരുടെ ലീസ്റ്റ് പവർ നോക്കണം. ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. ലീസ്റ്റ് 2 ആണ്. അപ്പോൾ ആ 2നെ എടുത്ത് എഴുതി. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ലീസ്റ്റ് ഏതാ? 2 ആണ്. 2 എടുത്ത് എഴുതി. ഇതാണ് HCF. LCM കാണുമ്പോൾ നമ്മൾ കോമൺ നോക്കണ്ട, എല്ലാത്തിനെയും അങ്ങോട്ട് എഴുതണം. ABC കണ്ടോ? കോമൺ എന്ന് നോക്കണ്ട, എല്ലാത്തിനെയും. ഇനിയിപ്പോൾ ഇവിടെ D ഉണ്ടെങ്കിൽ ആ Dനും എഴുതണം.
ഇതിൽ ഏതൊക്കെ സംഖ്യകളുണ്ടോ അതിനെ എല്ലാത്തിനും ഇവിടെ എഴുതും വേണം. അതിൻ്റെ മുകളിൽ എഴുതേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ച് എന്താ, വലിയ പവറുകൾ എടുത്ത് എഴുതണം. ഇവിടെ വലിയ പവർ ഏതാ, 3ലും 2ലും വലുത് 3 ആണ്, 3 എഴുതണം. ബിയുടെ പവർ 4 ആണ്, സിയുടെ പവർ 5 ആണ്. കണ്ടോ, LCM എഴുതുമ്പോൾ കോമൺ നോക്കണ്ട, എല്ലാത്തിനെയും നിരത്തിപ്പിടിച്ച് എഴുതണം. പവറെല്ലാം വലിയ പവറുകൾ എഴുതണം. HCF എന്ന് പറഞ്ഞാൽ അവിടെ കോമൺ ഫാക്ടർ എന്ന വേർഡിൽ തന്നെ ഉണ്ട്. കണ്ടോ, അപ്പോൾ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം എഴുതുക, ലീസ്റ്റ് പവർ എഴുതുക. ഓക്കെ, കോമൺ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം എഴുതുക, ലീസ്റ്റ് പവർ ചെറിയ പവർ എഴുതുക. ഇവിടെ ഹയ്യസ്റ്റ് പവർ എഴുതണം, ഹയ്യസ്റ്റ് പവർ എഴുതണം, എല്ലാ ആൾക്കാരെയും എടുത്ത് എഴുതുകയും വേണം. അതാണ് LCM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മളോട് ഇപ്പോൾ ഇങ്ങനെ തരികയാണ്, 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5⁴ തന്നിട്ടുണ്ട്. പിന്നെ 2 ക്യൂബ് 3⁴ 5 സ്ക്വയർ തന്നിട്ടുണ്ട്. പിന്നെ 2⁴ 3 സ്ക്വയർ 5�3. ഇത് പ്രീവിയസ് ആണ് കേട്ടോ, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ ആൻസർ ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ 2 സ്ക്വയർ എന്നാണുള്ളത്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ LCM നമ്മൾ കാണാനായിട്ട് എല്ലാത്തിനും നിരത്തിപ്പിടിച്ച് എഴുതണം. 2 ഉണ്ട് ഇതിൽ, 3 ഉണ്ട് ഇതിൽ, 5 ഉണ്ട് ഇതിൽ, അല്ലേ? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, എല്ലാവരും എഴുതണം. ഹയ്യസ്റ്റ് പവർ എഴുതണം. 2ൻ്റെ ഹയ്യസ്റ്റ് പവർ ഏതാ, 2ൻ്റെ ഹയ്യസ്റ്റ് പവർ 4 ആണ്, അപ്പോൾ 4 എഴുതുക. 3യുടെ ഹയ്യസ്റ്റ് പവർ ഏതാണ്, 4 ആണ്. 5ൻ്റെ ഹയ്യസ്റ്റ് പവർ ഏതാണ്, 4 ആണ്. കണ്ടോ, ഇതാണ് LCM. HCF ആണെങ്കിലോ, HCF ആണെങ്കിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ, ഇതിലിപ്പോൾ ഇതിലും 2ഉം 3ഉം 5ഉം ഉണ്ട്, ഇതിലും 2ഉം 3ഉം 5ഉം ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് ആരൊക്കെയുള്ളത്, 2, 3, 5. അതിൻ്റെ ലീസ്റ്റ് പവർ വേണം എഴുതാൻ. ലീസ്റ്റ് പവർ എന്ന് പറയുമ്പോൾ ഇവിടെ സ്ക്വയർ എഴുതണം. ഇതിൻ്റെ ലീസ്റ്റ് പവർ സ്ക്വയർ തന്നെയാണ്. 5ൻ്റെ ലീസ്റ്റ് പവർ ഏതാ, സ്ക്വയർ തന്നെയാണ്. കണ്ടോ, അപ്പോൾ HCF എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ എഴുതുക, ലീസ്റ്റ് പവർ എഴുതുക. LCM എന്ന് പറയുമ്പോൾ എല്ലാവരെയും എഴുതുക, ഹയ്യസ്റ്റ് പവർ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നെയാണ് PSC ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ച് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.